ഒരു ചെറിയൊരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഈ ദേവാലയത്തിൽ ഇങ്ങനെ കൂടുന്നത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ആ നോമ്പിനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു 15 ദിവസക്കാലമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ മറിയം ആരാണെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടേണ്ട ഒരു 15 ദിവസങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഈ 14 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മറിയം ആരാണെന്നൊരു ചിത്രം നിങ്ങൾ തന്നെ വരച്ചെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 2, ഈ പരിശുദ്ധ കന്യകമറിയത്തിന് മധ്യസ്ഥത യാചിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയെങ്കിലും സമർപ്പിക്കാത്ത ആരും തന്നെ ഈ ദേവാലയത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നമ്മൾ നിരന്തരം ഈ കന്യകമറിയാമിൻ്റെ വാഴ്ത്തുപാട്ടുകളും മറിയാമിനെക്കുറിച്ചും കേട്ട് തഴമ്പിച്ച് ചെറിയൊരു അകലക്കുറവ് നമുക്കിവിടെ വന്നു പോയിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഈ ഗുരുക്കന്മാരോടൊപ്പം വളരം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവരോടൊപ്പമുള്ള സഞ്ചാരം നമുക്ക് കൊണ്ടുതരുന്ന ചില പ്രത്യേകതകളുണ്ട്. അവരോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ ചില പ്രത്യേകതകൾ, ചില സവിശേഷതകൾ നമുക്ക് കിട്ടും. ചിലപ്പോൾ അവരുടെ സംസാര രീതിയായിരിക്കും, ചിലപ്പോൾ ചിലരുടെ സ്വഭാവ സവിശേഷതകളായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന രീതികളായിരിക്കും, എഴുത്തുകളായിരിക്കും, ഇങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ ഈ ധ്യാനം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചോദ്യമെന്ന് പറയുന്നത്, ഈ മറിയത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് സഞ്ചരിച്ചിട്ട് നിങ്ങളിൽ അവളുടെ ഏത് സ്വഭാവമാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ 15 ദിവസം കൊണ്ട് കടന്നുകൂടിയിട്ടുള്ളത് എന്ന് ഒന്ന് ചിന്തിക്കണം. അല്പസമയത്തേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് നമുക്ക് അടയ്ക്കാം. പരിശുദ്ധ പിതാവാം ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളുമാറാകണമേ. നിൻ്റെ വചനം പ്രസംഗിക്കുവാനും ശുശ്രൂഷിക്കുവാനും അത് ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ഞങ്ങൾ യാചിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അറിയുന്നവൻ നീയാകുന്നുവല്ലോ. ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളെ കരുതണമേ. നിൻ്റെ കാവൽ മാലാകമാരുടെ കൂട്ട് ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും കൃപയാൽ തന്നെ. ആമീൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, അതിന് 27-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം. അതിങ്ങനെയാണ്: ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. 15 ദിവസക്കാലത്തെ സഞ്ചാരം, 15 ദിവസം മറിയത്തോടൊപ്പമുള്ള യാത്ര. എന്തു മാറ്റം! പുതിയതായി നിങ്ങൾക്ക് എന്ത് കിട്ടി? മറിയം എന്ന ഒരു പദത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മിരിയാം എന്ന് പറഞ്ഞ വാക്കിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥമാകട്ടെ കയ്പ്. ഒരുപാട് അർത്ഥങ്ങളുണ്ടെങ്കിൽ കൂടി കയ്പെന്ന് പറഞ്ഞൊരർത്ഥത്തിന് അവളുടെ ജീവിതവുമായി ഏറെ സംസാരിക്കാനായിട്ടുണ്ട്. കയ്പ് നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പരാതി പറയാതെ, ഒരു പരിഭവം പറയാതെ സഞ്ചരിച്ചവളുടെ പേര് മറിയം. തൻ്റെ മകൻ കുറച്ചൊക്കെ ഇങ്ങനെ വലുതായി കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്കൊക്കെ ആയിട്ട് ഇറങ്ങുമ്പം അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കേട്ട്, അവൻ്റെ വചനം പ്രസംഗം കേട്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നത് കേട്ട് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ക്രിസ്തുവിനെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അപ്പോഴും അവൻ എൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഹുങ്കൊന്നും കാണിക്കാതെ നിശബ്ദമായി സുവിശേഷത്തിലുടനീളം സഞ്ചരിച്ചവളുടെ പേര് മറിയം. പഴയ നിയമ ദൃഷ്ടാന്തങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വർണ്ണിക്കാൻ ഏറെ വാക്കുകളുണ്ട്. മന്ന നിക്ഷേപിച്ച ചെപ്പ്, വാഗ്ദത്ത പെട്ടകം, ആരും കിടക്കാത്ത വാതില്, ഏറെയാണ്. ഒടുവിൽ ഈ മറിയം ആരാണെന്നൊരു ചിത്രം, ഈ ആശയങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ വരച്ചു കാട്ടുമ്പോൾ അത് ഇത്രയും മാത്രമേ ഉള്ളൂ. അവളുടെ ജീവിതത്തിൻ്റെ നിയോഗം എന്തെന്ന് തിരിച്ചറിഞ്ഞ്
നിശബ്ദമായി സുവിശേഷത്തിലുടനീളം സഞ്ചരിച്ച് നന്മകൾ മാത്രം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിശബ്ദമായി ഈ ഭൂമിയിൽ നിന്ന് പടിയിറങ്ങിയവളുടെ പേര് മറിയം. ഞാൻ ഒരാവർത്തി കൂടി അത് പറയുകയാണ്. നിയോഗം എന്തെന്ന് തിരിച്ചറിഞ്ഞ് സുവിശേഷത്തിലുടനീളം നിശബ്ദമായി സഞ്ചരിച്ച് ഹൃദയത്തിൽ നല്ലത് മാത്രം സംഗ്രഹിച്ച് നിശബ്ദമായി ഈ ഭൂമിയിൽ നിന്ന് പടിയിറങ്ങിയവളുടെ പേര് മറിയം. എന്തൊരഴകാലേ, എന്തൊരു സൗന്ദര്യമാണ് ജീവിതത്തിന്. ചില ജീവിതങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളോടിങ്ങനെ വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നെങ്കിൽ നമ്മൾ നമ്മുടേതായ ലോകത്ത് ഇച്ചിരി തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഇച്ചിരി ചേർന്ന് നിൽക്കാൻ നമുക്ക് എന്തൊക്കെയോ ഒരു വിമുഖതയുണ്ട്. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോഴും അതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞു വെക്കുന്ന കണക്ക് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു തലമാണ്, ഒരൊറ്റ തലം മാത്രമാണ്. അതിൻ്റെ മറുപാതി എന്തായിരിക്കും? അത് നിങ്ങൾ സ്വയം കണ്ടെത്തണം. 15 ദിവസത്തെ നോമ്പിനും ഉപവാസത്തിനുമെല്ലാം ശേഷം അതിൻ്റെ പര്യവസാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ മറിയത്തോടൊപ്പമുള്ള നിങ്ങളുടെ സഞ്ചാരം നിങ്ങളെ ക്രിസ്തുവിൻ്റെ ചാരത്തേക്ക് എത്രത്തോളം എത്തിച്ചിട്ടുണ്ട്? മറിയത്തോടൊപ്പമുള്ള നിങ്ങളുടെ ഈ 15 ദിവസത്തെ യാത്ര നിങ്ങളെ ക്രിസ്തുവിൻ്റെ ചാരത്തേക്ക് എത്രത്തോളം എത്തിച്ചിട്ടുണ്ട്? എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ പരിശുദ്ധന്മാരുടെ നോമ്പായിക്കോട്ടെ, ഏത് നോമ്പായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ദൈവവുമായിട്ട് ഒന്നാകാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ സഹായിക്കുന്ന ഒരു വേ ഓഫ് ലൈഫ് അത് കാണിച്ചു തരുന്നവരാണ് ഈ പരിശുദ്ധന്മാരെന്ന് പറയുന്നത്. മറിയം നമുക്കൊരു ജീവിതമാർഗം കാണിച്ചു തരുന്നുണ്ട്, പരിശുദ്ധന്മാർ നമുക്കൊരു ജീവിതമാർഗം കാണിച്ചു തരുന്നുണ്ട്. അതിനെ പ്രതിയാണ് നമ്മൾ എന്ത് നോക്കുന്നത്? പരിശുദ്ധമായിട്ടുള്ള നോമ്പുകളെല്ലാം തന്നെ നോക്കുന്നത്. പരിശുദ്ധമായിട്ടുള്ള നോമ്പുകളെല്ലാം നോക്കുമ്പോൾ അതിൻ്റെ ഒരർത്ഥം എന്താണ്? ഇതെന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മറിയത്തിൻ്റെ കൈക്ക് പിടിച്ച് നമ്മൾ ആ മഹാസത്യത്തിലേക്ക് നടന്നേങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എത്ര വായിച്ചാലും എത്ര ഗ്രഹിച്ചാലും ആവർത്തിച്ചാവർത്തിച്ച് വായിച്ചാലും മനസ്സിലാകാൻ കഴിയാത്ത ഒന്നാണ് സ്ത്രീ. എത്ര ആവർത്തിച്ചാവർത്തിച്ച് വായിച്ചാലും നീട്ടിയും കുറുകയും വായിച്ചാലും ഒരാളുടെ ജീവിതത്തെ മാത്രം നമുക്ക് അത്ര പെട്ടെന്ന് പിടുത്തം കിട്ടത്തില്ല. അത് ഈ മറിയത്തിൻ്റെ ജീവിതമാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ജീവിതമാണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ധ്യാനം. നമ്മളുടെ ധ്യാനം കൂടാൻ വന്നിരിക്കുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ധ്യാനം? ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അകലം എത്ര, ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എത്രയെന്ന് നമ്മളൊരു അളവുകോൽ അനുസരിച്ച് ഇരുന്ന് ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ച് കണ്ടെത്തേണ്ട ഒരു ഉത്തരം. ആ ഉത്തരം എന്തിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ധ്യാനം. അതിനെയാണ് നമ്മൾ ധ്യാനം എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ദേവാലയത്തിൻ്റെ പടി വിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടായിരിക്കണം. മറിയത്തോടൊപ്പമുള്ള സഞ്ചാരം നിങ്ങളെ ക്രിസ്തുവിൻ്റെ ചാരത്തേക്ക് എത്രത്തോളം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു മനുഷ്യനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് പെരിഫറലായിട്ട് റീഡ് ചെയ്യത്തുള്ളൂ, ഇല്ലേ? നമ്മൾ ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, പുറമേ മാത്രമേ നമ്മൾ അവരെ അറിയത്തുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിധിക്കും. ചിലരെ നമ്മൾ അകമേ അറിയാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങളുടെ ഭർത്താവ്, വളരെ രൗദ്രമായിട്ടുള്ള ഭാവമുള്ളൊരു മനുഷ്യനാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കലിപ്പനാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആ ഭാര്യയ്ക്ക് മാത്രം ഒരു കാര്യം അറിയത്തുള്ളൂ: എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അയാൾ ഉള്ളിൽ സാധുവാണ്.
ഒപ്പം സഞ്ചരിച്ചാൽ മാത്രമേ ഈ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ എടുത്ത് എപ്പോഴും നടക്കുന്ന ഒരു സ്ത്രീയുണ്ട്. നമ്മളുള്ളപ്പോൾ മാത്രമേ ഈ ഒച്ചപ്പാടുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു മറുപാതി ഈ ഭർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അതെന്താണ്? അവൾ നിശബ്ദയാണ്. ആരെയും 4 പേരിങ്ങനെ കൂടി നിൽക്കുമ്പോൾ കാണുന്ന ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അവൾ ആരാ? സൈലന്റ്. അപ്പോഴ ഞാൻ ഇപ്പം പറയണമെന്ന് വിചാരിച്ചല്ല, എന്നാലും അങ്ങ് പറയുകയാണ്. നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന മനുഷ്യർ, അത് മക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, തൊട്ടയൽവക്കത്തുള്ള മനുഷ്യനായിക്കോട്ടെ, അവനെ അകമേ പുറമേ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വിധിക്കണം. ഈ സുവിശേഷം ഉടനീളം വായിക്കുമ്പോൾ എവിടെയും ക്രിസ്തു ആരെയും വിധിക്കുന്നില്ല, കന്യകമറിയാമോ ആരെയും വിധിക്കുന്നില്ല. വിധിക്കാതെ തന്നെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാവോ? നമ്മുടെ ഈ തലമുറയിലെ കുട്ടികൾ, അതായത് ഞങ്ങളുടെ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ, ഓരോ കാലത്തും ഓരോ വസ്ത്രശൈലികൾ നമുക്കുണ്ടാവും, ഓരോ രീതികൾ. അതൊക്കെ കാലത്തിനനുസരിച്ച് ഓരോന്ന് മാറും. ഇപ്പോഴത്തെ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു തരം ഫാഷൻ ടൈപ്പ്, ഒരു പുതിയ മോഡൽ ഒരു പാൻറ്റിൻ്റെ പേരാണ് ബാഗി പാൻറ്റ്. അതായത് പണ്ടത്തെ ഒരു സെറ്റപ്പ് കണക്ക് അത്യാവശ്യം അടിഭാഗം ഒരു ഇച്ചിരി നീട്ടി മേലിൽ ഇച്ചിരി കീറിയൊക്കെ ഇരിക്കും. സ്വാഭാവികമായിട്ടും അവൻ ഇച്ചിരി മുടിയും കൂടെ നീട്ടി വളർത്തി താടിയും കൂടെ നന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും അവനെ പറ്റി? ഇവൻ ആളത്ര ശരിയല്ല, ഇവൻ്റെ പോക്ക് എങ്ങോട്ടൊക്കെയാണെന്നൊന്ന് നോക്കണം, അല്ലേ? സത്യമല്ലേ? അതേസമയം അതേ കണക്ക് ഒരു സ്ലീവ്ലെസ് ഇട്ട ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ പറയും, ഇവളൊക്കെ എന്താ ഇങ്ങനെ? പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ബാഗി പാൻറ് ഇട്ടും മുടി നീട്ടി വളർത്തിയും താടി നീട്ടി വളർത്തിയും നടക്കുന്ന ചിലർ മാത്രമേ നമ്മളൊന്ന് വീണ് കിടക്കുമ്പോൾ നമ്മളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് കാണത്തുള്ളൂ. ഈ എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ നടക്കുന്നവർ എല്ലാവരുമല്ല, കുറച്ച് പേരെങ്കിലും പറയും ഡ്രസ്സിൽ അഴുക്ക് പറ്റും, അതുകൊണ്ടൊന്ന് വീണ് കിടന്നാലും ശരി മടിയായിരിക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ചുറ്റും സഞ്ചരിക്കുന്ന ഈ ചെറിയ ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ വായിക്കുന്നില്ല, നമ്മളാരെയും വായിക്കുന്നില്ല. വായിക്കണം. അകവും പുറവും നമ്മൾ വായിക്കാൻ ശ്രമിക്കണം. അവിടെ അകവും പുറവും ഒരുപോലെ ശുദ്ധമാക്കപ്പെട്ട ഒരു കന്യകയുടെ പേരാണ് മറിയം. നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്പം ഞാൻ സൂചിപ്പിച്ച കണക്ക് തന്നെ ഈ പുറമേ കാണുന്ന നല്ല വേഷം തന്നെ ആയിരിക്കണമെന്നില്ല അകമേ. ഈ പുറമേ കാണുന്ന രൗദ്രഭാവം തന്നെ ആയിരിക്കണമെന്നില്ല അകമേ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും നേരം ആവർത്തിച്ച് പറഞ്ഞ ഈ മറിയം ശരിക്കും ആരായിരിക്കും? ആവർത്തിച്ച് നമ്മൾ മറിയം 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 എന്നിങ്ങനെ പാടുന്നുണ്ട്. 3-ാം മണിയിലെ നമസ്കാരത്തിൽ നമ്മൾ മറിയത്തെ പുകഴ്ത്തിയാണ് പാടിയത്. പക്ഷെ ആരെ ഈ മറിയം? ഈ മറിയമത്തെ നമുക്കൊന്ന് അകമയും പുറമേയും ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമുക്കിപ്പോൾ നോക്കുമ്പോൾ ദൈവമാതാവാണ്. അതിനപ്പുറം അന്നത്തെ ഒരു സമൂഹത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഈ മറിയത്തെ ഒന്ന് വായിച്ചു നോക്കിക്കേ. കൃത്യമായ നിർവചനങ്ങളുണ്ട്. യൂയാക്കീമിൻ്റെയും ഹന്നയുടെയും മകൾ, ബാല്യകാലം മുതൽ ദേവാലയ പരിസരത്ത് ജീവിച്ചവൾ, യൗസേഫിൻ്റെ ഭാര്യ, യേശുവിൻ്റെ അമ്മ, എല്ലാവരാലും ക്രൂശിൽ തൂക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അമ്മ. ഇതിത്രയും നമുക്ക് പുറമേയുള്ള നിർവചനങ്ങളാണ്, അല്ലേ? ഒന്നും കൂടെ ആവർത്തിക്കാതെ, അതായത് യൂയാക്കീമിൻ്റെയും ഹന്നയുടെയും മകൾ, ബാല്യകാലം മുതൽ ദേവാലയത്തിൻ്റെ പരിസരത്ത് ജീവിച്ചവൾ, യൗസേഫിൻ്റെ ഭാര്യ, യേശുവിൻ്റെ അമ്മ.
എല്ലാവരും കൂടെ ചേർന്ന് ക്രൂശിൽ തൂക്കിയ ആ ക്രിസ്തുവിൻ്റെയും അമ്മ. ഇത് വളരെ പെരിഫറലായിട്ട് നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുന്ന മറിയത്തിൻ്റെ ഒരു ചിത്രമാണ്. അപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ മറിയത്തിൻ്റെ ഏത് ചിത്രം എടുത്ത് നോക്കിയാലും ഉള്ളംകൈയിൽ ആരുണ്ട്? ഒക്കത്തൊരാൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതാരാണ്? യേശുക്രിസ്തു. അപ്പം അവളുടെ ജീവിതം എല്ലാ തലത്തിലും ബന്ധപ്പെട്ട് നിന്നത് ആരുമായിട്ടാണോ? യേശുക്രിസ്തുവായിട്ടാണ്. ഇനി നമുക്ക് അകമേ ഇവരുടെ ചിത്രം എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ പുറമേ കണ്ട കണക്കാണോ മറിയം? അല്ല. പഴയ നിയമ ദൃഷ്ടാന്തങ്ങൾ മുതൽ എത്രമാത്രം അവളെ പ്രതി കിടക്കുന്നത്. രണ്ടാം ഹൗവ എന്നൊരു നിർവചനം ആർക്കാണ് കിട്ടുന്നത്? മറിയത്തിന്. രണ്ടാം സ്വർഗമെന്ന വിശേഷണം എവിടെ നിന്നാണ് കിട്ടുന്നത്? മറിയത്തിന്. ആരും കടക്കാത്ത വാതിൽ എന്ന ദൃഷ്ടാന്തം എവിടെ നിന്നാണ് കിട്ടുന്നത്? മറിയത്തിന്. അപ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന കണക്ക് വെറും ഒരു ദൈവമാതാവ് എന്ന തലത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പ്, ഈ പറയുന്നതിന് മുൻപേ അവൾ ഏറെ ദൂരം എന്ത് ചെയ്തിട്ടുണ്ട്? സഞ്ചരിച്ചിട്ടുണ്ട്. ഏറെ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഏറെ ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നതിനൊരു കാരണം എന്നാണെന്നറിയാവോ? നമുക്ക് ചിലപ്പം ഈ അനുതാപമൊക്കെ കൂടുമ്പോഴേ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അങ്ങ് അകലെ, ഇത്രയും പോകണ്ടെന്നേ. നമുക്ക് സഞ്ചരിക്കാൻ കഴിയാവുന്ന ദൂരത്തിൽ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. നമുക്ക് പിടിച്ച് നമ്മുടെ കയ്യെത്താ ദൂരത്തിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. ഉണ്ടോ? ഇല്ല. നമ്മുടെ ഈ കയ്പാൻ അകലത്തിലെല്ലാം ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിച്ചാൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെയെങ്കിൽ ഈ പഴയ നിയമ ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മറിയത്തെ മെല്ലെ ഒന്ന് വായിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം. ആദ്യമായിട്ട് അങ്ങനെ ഒരു ചിത്രം നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ മറിയത്തെപ്പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ, ആദ്യം ഈ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്തിനായിരുന്നു എന്ന് നമുക്കറിയണം. എന്തിന് ക്രിസ്തു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലേ വൈ മേരി എന്നൊരു ചോദ്യത്തിന് ഇവിടെ അർത്ഥമുള്ളൂ, അല്ലേ? ക്രിസ്തു എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു എന്നതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ, എന്നാലേ എന്തിനു മറിയം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. അതിന് നമ്മൾ ഈ പുതിയ നിയമത്തിൽ നിന്നും നേരെ എങ്ങോട്ട് പോകണം? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ ദൈവം ഒരു തോട്ടത്തിലാക്കുന്നുണ്ട്. എല്ലാം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്. സകലവും മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. സകല കാര്യങ്ങൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കി? മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. ഇവിടെ മനുഷ്യനെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ജീവിക്കാം. അങ്ങനെ തന്നെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. സകലത്തിന്മേലും ഞാൻ നിന്നെ അധികാരി ആക്കിയിരിക്കുന്നു. സകലത്തിൻ്റെ മേലും ഞാൻ നിന്നെ അധികാരിയാക്കി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. യു ഹാവ് ഡൊമീനിയൻ ഓവർ എവരിത്തിങ്. എന്നാൽ ഇത് നമ്മൾ പറയുന്നത് കണക്ക് വലിയ നമ്മുടെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഒരു കാര്യവിചാരകത്വം. അതായത് ഇതൊക്കെ നീ നോക്കിക്കോണം, ഞാൻ നിന്നെ ഇതെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇതെല്ലാം നീ നോക്കിയും കണ്ടും നടത്തിക്കോണം. വിശ്വസ്തതയുടെ പുറത്താണ്. വിശ്വസ്തതയുടെ പുറത്തായി ഈ പറുദീസ നമുക്ക് തന്നത്. അവിടെ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുകയും ചെയ്തു. ഇതിനെല്ലാം നീ പേരിട്ടോളാൻ പറഞ്ഞു, പേരിടിപ്പിച്ചു. ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണത്? തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നിങ്ങൾ തിന്നരുത്. കഴിച്ചാൽ എന്നാ പറ്റും? കഴിക്കുന്ന നാളിൽ എന്ത് സംഭവിക്കും? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം അതിങ്ങനെയാണ് പറയുന്നത്: അത് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം അത്രയും നാളും കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു. ആദമും ഹൗവയും വളരെ സന്തോഷത്തോടെ ആ തോട്ടത്തിനുള്ളിൽ ജീവിക്കുന്നു. ഒടുവിൽ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു ദിവസം സാത്താൻ
സർപ്പത്തിൻ്റെ രൂപത്തിൽ അവളോട് എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ഹവ്വമേ, നീ പഴം കഴിച്ചു. അധികം ചോദ്യോത്തരങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അത് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ വന്നാലും പ്രലോഭനങ്ങൾ വന്നാലും നമ്മൾ ചോദ്യം ചോദിക്കത്തില്ല. അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറില്ലല്ലോ. എന്തും സ്വീകരിക്കാൻ കെൽപ്പുള്ളവൻ ഇവിടെ എന്തും വരും, എന്തും പോകും. അങ്ങനല്ലല്ലോ, അങ്ങനെയല്ല. ഈ ജീവിതത്തിലേക്ക് വരുന്ന ഈ ചെറിയ ജീവിതത്തിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് പ്രലോഭനമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് തരണം ചെയ്യാൻ എന്താ നമ്മൾ പഠിക്കുക? എന്താ ഈ ബുദ്ധി ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? നമുക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയല്ലോ. എന്താ ഈ ബുദ്ധി ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? നല്ലതേത്, തീയതേത്, ഇത് തിരിച്ചറിയാൻ തക്കവണ്ണമുള്ളൊരു ബോധത്തെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത്? ബുദ്ധി എന്ന് പറയുന്നത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. നീ ഈ ഫലം ഭക്ഷിച്ചോ എന്ന് പറയുന്ന ഉടനെ ഇത് തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഓ അങ്ങനെയൊന്നും ഇല്ല, നീ കഴിക്കുക, ബാക്കി പിന്നെ നോക്കാം. കഴിച്ചില്ലേ? കഴിച്ചു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയോ? ഇല്ല. അതായത് അതിനകത്ത് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദൈവകൽപ്പന അവിടെ ഒരു തലത്തിൽ നിന്നു, സാത്താൻ വിതച്ച പാപം അവിടെ നടത്തപ്പെട്ടു. ദൈവത്തിൻ്റെ കൽപ്പന ഒരു തലത്തിൽ നിൽക്കുക. ശരിക്കും ആരുടെ കൽപ്പനയാണ് നമ്മൾ പ്രമാണിക്കേണ്ടത്? ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു പ്രമാണിക്കേണ്ടത്. പക്ഷെ അവിടെ എന്തു പറ്റി? തോട്ടത്തിലേക്ക് തിരിച്ച് ദൈവം ഇങ്ങനെ മടങ്ങി വരിക, മടങ്ങി വന്നു, വിളിച്ചു, നീ എവിടെ? ഇതും നമുക്ക് ധ്യാനിക്കാനുള്ളൊരു വിഷയമാണ്. നീ എവിടെ? എവിടെയാ? എവിടെയാണ് നമ്മുടെ ഈ നിൽപ്പ്? ദേവാലയത്തിൽ ഇന്ന് പോകുമ്പോൾ ഒരു ഉത്തരം കണ്ടെത്തേണ്ട അതാ, നീ എവിടെയാണ്? വൃക്ഷത്തിൻ്റെ പിറകിൽ ഇങ്ങനെ നാണത്തോടെ നഗ്നനായി നിൽക്കുക. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ ഭക്ഷിച്ചോ? ഭക്ഷിച്ചു. പിന്നീട് വലിയൊരു ശാപം അവിടെ ഉണ്ടാകുന്നുണ്ട്. സർപ്പത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അടുത്ത വാക്കൊന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഏതാ ഈ സ്ത്രീ? മറിയം. ഏതാ ഈ പുത്രൻ? ക്രിസ്തു. ഇതിനകത്തെ പറയപ്പെടുന്ന സ്ത്രീ എന്ന് പറയുന്നത് മറിയവും ആ പുത്രൻ എന്ന് പറയുന്നത് ക്രിസ്തുവുമാണ്. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഇവരെ ഈ തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്താക്കും. ഇനിയും ആരും കടക്കാത്ത വിധത്തിൽ അവിടെ 2 കെരൂബുകളെ സ്ഥാപിക്കും. സാത്താൻ ഹവ്വയുടെ ചെവിയിൽ കൂടി പാപത്തെ വിതച്ചു. വലിയൊരു അന്ധകാരത്തിലേക്ക് ഒരു ജനത മുഴുവൻ പോവുകയാണ്. ഒരു ജനത മുഴുവൻ വലിയൊരു പാപത്തിലേക്ക് പോകുന്നു. നഷ്ടപ്പെട്ടതെന്നാണ്? പറുദീസ. നഷ്ടപ്പെട്ടത് ഏതെന്ന് തോട്ടോ? കെരൂബുകളാൽ സംരക്ഷിക്കപ്പെടുക. ആർക്കും ഇന്നകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഇതാര് കാരണം വന്നു? ആര് കാരണം വന്നു? ആദ്യ മാതാപിതാക്കൾ കാരണം വന്നു. ഇനി ഇതിനൊരു നീക്കം വരണം. അപ്പോൾ ഈ ക്രിസ്തുവിന് മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു ഉപമ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ പാപത്തിൽ നിന്നും പാപത്തിലേക്കും മരണത്തിൽ നിന്നും മരണത്തിലേക്കും ഈ മാനവകുലം ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊരു രക്ഷ വേണം. വേണ്ടേ? വേണം. അതിന് മനോഹരമായിട്ടുള്ള ഒരു ഉപമ കണക്ക് ഓൺ ദ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞ സെയിൻറ്റ് അത്തനീഷ്യസിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു രാജാവ് ആദ്യം തൻ്റെ പ്രജകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വരത്തില്ല. ആ രാജാവ് നോക്കുമ്പം
തൻ്റെ പ്രജകളെല്ലാം തെറ്റായ മാർഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഈ ദേശത്തെ തിരികെ പിടിക്കണം. അതിന് ഈ ദൈവം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ രാജാവ് എന്ത് ചെയ്യും? ആദ്യം അയാളുടെ സ്നേഹിതന്മാരെ അയക്കും. മെസ്സേജ് കൊടുത്ത് ദൂതന്മാരെ അയക്കും. നിങ്ങൾ വഴി തെറ്റിപ്പൊക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നേരിൻ്റെ പാതയിൽ വരണം, എന്നാലേ ദൈവത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കുറേ പേര് വന്നായിരുന്നല്ലോ പഴയ നിയമത്തിൽ. അബ്രഹാമുണ്ട്, മോശയുണ്ട്, അഹ്റോനുണ്ട്, ന്യായാധിപന്മാരുണ്ട്, വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്. ഈ മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല, മാറ്റം സംഭവിച്ചില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? രാജാവ് സ്വയം പ്രജകളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. സിമ്പിളായിട്ടൊരു ഉദാഹരണത്തോട് പറയാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു മെത്രാച്ചനോ ഒരു വൈദികനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചാണ്ടിയമ്മനോ കടന്നു വന്നു. അറിയപ്പെടുന്ന ഒരാൾ കയറി വന്നു. നേരത്തെ പറഞ്ഞിട്ട് തന്നെ വരുന്നതെന്നും കൂടെ വിചാരിക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന കസേര എങ്ങനെയുള്ളതായിരിക്കും? നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒരുക്കുന്ന തീന്മേശ എങ്ങനെയുള്ളതായിരിക്കും? ഏറ്റവും മനോഹരമായിട്ടുള്ളതേ നിങ്ങളവിടെ കൊണ്ടുവെക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെ കൽപ്പനപ്രകാരം പുത്രൻ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്യുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ആ രണ്ടാം സ്വർഗം, ആ സിംഹാസനം എത്രത്തോളം മഹിമയുള്ളതായിരിക്കും, എത്രത്തോളം ശുദ്ധിയുള്ളതായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ടാം സ്വർഗം, ഈ സിംഹാസനം ആരാ? മറിയം. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ രണ്ടാം സ്വർഗവും ഈ സിംഹാസനവും ആരാണ്? മറിയത്തെ സൂചിപ്പിക്കുന്നു. തീർന്നിട്ടില്ല. കെരൂബുകളുടെ ഒരു പ്രശ്നം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഇനി നേരെ നമുക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകാം. ഇതിവിടെ നിർത്തിക്കൊണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ട ആ ഒരു വാക്യത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ വന്ന്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. അപ്പം ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മാലാഖമാരിൽ വിശ്വാസമുണ്ടോ? മാലാഖമാരില്ലേ വിശ്വാസമുണ്ടോ? മാലാഖമാരുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ധ്യാനം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക. ഉണ്ട്. അദൃശ്യമായ മാലാഖമാരുടെ സാന്നിധ്യം ഈ ദേവാലയത്തിനുള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പം നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഈ സമാധാനത്തിൻ്റെ 2 തലങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ദൂത് ആര് പറഞ്ഞത്? ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് അല്ലേ? നമ്മൾ ആവർത്തിച്ച് സ്വർഗസ്ഥനായ പിതാവിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥന ഏതാ? അതങ്ങനെ ചുമ്മാ ചൊല്ലിപ്പോണ്ട പ്രാർത്ഥനയാണോ? അത് 2 പേരുടെ സംഭാഷണത്തിൽ നിന്നും ഉരുവായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. അത് കഴിഞ്ഞ് വരുന്നത് എലിശബത്തിൻ്റെ വാചകങ്ങളാണ്. അപ്പോൾ ഒരു ചോദ്യം, സാധാരണഗതിയിലുണ്ടായിരുന്ന ഒരു കന്യകയ്ക്ക് മാലാഖയുടെ ദൂത് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ചിന്തയെന്ന് പറയുന്നത്, ഇപ്രകാരം ഒരു ദൂത് എനിക്കും ലഭിക്കാൻ സാധ്യത ഉണ്ട്, ഇപ്രകാരം ഒരു ദൂത് എനിക്ക് കൂടി ലഭിക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, നിങ്ങൾക്ക് മാലാഖമാരിൽ വിശ്വാസമുണ്ടോ? നിർഭാഗ്യവശാൽ ഈ കാലത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെ പുറകെ പോയി ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഈ മാലാഖമാരുടെ പ്രത്യക്ഷപ്പെടലെല്ലാം തന്നെ ഒരു കെട്ടുകഥയായിട്ടാണ് ഇപ്പം നമ്മൾ വായിച്ചു കൂട്ടുന്നത്. അങ്ങനെയല്ല. ഇതിൽ പറയപ്പെടുന്ന ഈ മാലാഖമാരുടെ സാന്നിധ്യവും മാലാഖമാരുടെ പ്രത്യക്ഷപ്പെടലെല്ലാം തന്നെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ
അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുറപ്പിച്ചു. ഈ മാലാഖമാരുടെ ചിറകടി ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പാമ്പാക്കട പുസ്തകത്തിൽ ഒരു പ്രാർത്ഥന തന്നെ അങ്ങനെയുണ്ട്. രാത്രി പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. തമ്പുരാനെ, മാലാഖമാരുടെ ചിറകടി ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മചെവികൾ തുറക്കണമേ. സാധാരണഗതിയിൽ നമ്മൾക്ക് ഈ ഫോണിൻ്റെ അകത്ത് റേഞ്ച് കിട്ടാതെ വരുമ്പോൾ ഞങ്ങളൊക്കെ അമ്മമാരോട് പറയുന്നൊരു വാചകമുണ്ട്. അമ്മ ഒന്നെങ്കിൽ അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കി, അല്ലെങ്കിൽ അതൊന്ന് ഫ്ലൈറ്റ് മോഡ് ഓണാക്കി ഓഫാക്കും. ഇതേ പ്രക്രിയ തന്നെയാണ് ഈ ദേവാലയത്തിനടുത്തേക്ക് വരുമ്പോഴേ ഈ 4 കെട്ടിനുള്ളിൽ നടക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഞാനും ദൈവവും തമ്മിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെളിയിലത്തെ ലോകവുമായിട്ട് നമ്മൾ എന്തായിരിക്കണം? ഫ്ലൈറ്റ് മോഡ് ഓൺ ആയിരിക്കണം. ഇവിടെ നമ്മൾ എന്തെങ്കിലുമായിട്ട് ഓൺ ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം, ഇവിടവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോഴാണ് പറയുന്നത്, എൻ്റെ വിചാരങ്ങൾക്ക് കടിഞ്ഞാനിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് കേൾക്കാൻ പറ്റും? മാലാഖമാരുടെ ചിറകടി ശബ്ദവും നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരവും മാലാഖമാർ മുഖാന്തരം ആർക്ക് ലഭിക്കും? നമുക്ക് ലഭിക്കും. ആ ലഭിക്കുന്ന ദൂതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? പ്രാർത്ഥനയ്ക്കൊപ്പം ആ വെളിയിലത്തെ ലോകത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അകത്തെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് നഷ്ടപ്പെട്ടൊരു പർദീസയിലേക്കുള്ള തിരിച്ചുവരവാണ്. ഇവിടെ ജീവന്റെ വൃക്ഷമായിട്ട് അവിടെ ഒരു കുരിശ് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും പർദീസയിലേക്ക് കടന്നു വരുമ്പോഴേക്ക് നമുക്ക് ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, തമ്പുരാനെ, മാലാഖമാരുടെ ചിറകടി ശബ്ദം കേൾക്കുവാനും നിന്റെ ദൂതെന്തുവാണെന്ന് അറിയുവാനും തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ പരുവപ്പെടുത്തണമേ. 2, സമാധാനമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കിപ്പം സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു വൈദികനായിട്ട് ഒരു 2 മാസം 1 മാസം ആകുന്നതേ ഉള്ളൂ. 1-2 മാസം ഇങ്ങനെ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ രഹസ്യങ്ങളിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ കൈകൾ വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന സമാധാനം നിങ്ങളെ സമാധാനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല എങ്കിൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഒരു അത്യാഗ്രഹത്തിൻ്റെ മഹാപ്രളയം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. കാരണം സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നും ആ രഹസ്യങ്ങളിൽ നിന്നുമാണ് സമാധാനം ഒരു വൈദികൻ, ഒരു പട്ടക്കാരൻ നിങ്ങൾക്ക് തരുന്നത്. ആ സമാധാനത്തിൽ നിങ്ങൾക്കൊരു ആശ്വാസം കണ്ടെത്തുന്നില്ല എങ്കിൽ വേറെ എവിടെ സമാധാനം കിട്ടാനാ? വേറെ എവിടെ സമാധാനം കിട്ടാനാ? അപ്പോഴ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നമാണ്. എന്തൊക്കെയോ ഒരു പടി വിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ ദേവാലയത്തിൽ നിന്നുള്ള സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരാത്തത്. അപ്പോൾ നമ്മുടെ ഹൃദയം രൂപപ്പെടുത്തേണ്ട മറ്റൊരു തലമെന്ന് പറയുന്നത് ഈ സമാധാനത്തെ പറ്റിയിട്ടുണ്ടാകുന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങൾ ഒരു പ്രയാസവും പ്രതിസന്ധിയായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. ചില സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെന്ന് ഞാനും നിങ്ങൾ ഒരുപോലെ പരാതി പറയുന്നു. എന്നിട്ടും ഈ പ്രാർത്ഥനയുടെ ഒരു 2 മാസം, ഒരു 3 മാസക്കാലത്തിന് ശേഷം നമ്മൾ ആഗ്രഹിച്ചതിലപ്പുറമുള്ള സന്തോഷമല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ പറയുന്നത് ഒരു 28 വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. എന്നെ ദൈവം കൈവിട്ടിട്ടില്ല. ഈ 28 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ദൈവം എങ്ങനെയാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്നെക്കാളും കൂടുതൽ ജീവിതത്തിൻ്റെ നാളുകൾ ഇങ്ങനെ ഓടിത്തീർത്തവരാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് ഒത്തിരി നിർവചനങ്ങൾ നമ്മൾ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്? നിർഭാഗ്യവശാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞു വെച്ചിരിക്കുന്ന, പണ്ട് മുതലേ പറഞ്ഞു കൊടുത്തൊരു തെറ്റായ കാര്യമെന്ന് പറയുന്നത്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണം, നോമ്പ് നോക്കണം.
നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നോമ്പ് നോക്കണം, ഉപവസിക്കണം. നിങ്ങൾ പോലും അല്ലെങ്കിൽ നമ്മൾ പോലും ഇപ്പം ചെറിയൊരു ലോൺ ശരിയായില്ലെങ്കിൽ പോലും നമ്മൾ ആദ്യം പരാതി പറയുന്നത് എന്തിൻ്റെ പേരിലാണ്? കത്തിച്ചു തീർത്ത മെഴുകുതിരിയുടെ പേരിലാണ്. അൾട്ടിമേറ്റ്ലി നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മാറ്റമാണ്, നേട്ടമല്ല. നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് പറയുന്നത് മാറ്റമാണ്. എന്തിൻ്റെ മാറ്റമാണ്? നേട്ടമല്ല. നേട്ടം വഴിയേ വരുമെന്നേ. ഓടിത്തീർക്കാൻ ഇനി എന്തേരമുണ്ട്? ഞാനിപ്പോഴും വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടെന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ്, അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച ഈ രണ്ടാം ഹൗവ, ഈ ഗബ്രിയേൽ മാലാഖയുടെ ദൂത് ഇവൾക്ക് ലഭിക്കുമ്പോഴും, ഇത് നിങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൗവയുടെ ജീവിതവുമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഗബ്രിയേൽ മാലാഖയുടെ ദൂത് ലഭിക്കുമ്പോൾ അവൾ പേടിക്കുകയാണ്. ഇതെന്താ ഇങ്ങനൊരു വന്ദനം? ഇതുവരെ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു മിശിഹ, അല്ലെങ്കിൽ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം. അവൻ ശരിക്കും ആരാണ്? പുത്രനാണ്, ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പം തന്നെ അത് സ്വീകരിച്ചു അവള്? ഇല്ലല്ലോ. വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തു, വീണ്ടും ചോദ്യം ഉയർത്തി, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നിശ്ചയിക്കപ്പെട്ട വെച്ചിട്ടേ ഉള്ളൂ. അവിടെ ഒരു ക്വസ്റ്റ്യനിങ് നടക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനിങ്, ഈ ഒരു ചോദ്യോത്തരങ്ങൾ എവിടെ നടന്നില്ല? എവിടെ നടന്നില്ല? അങ്ങ് പർദീസയിൽ നടന്നില്ല, ഏദൻ തോട്ടത്തിൽ നടന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടിനപ്പുറം എന്ത് കഴിച്ചു? ഇവിടെ എന്ത് സംഭവിച്ചു? ചോദ്യം ചോദിച്ചു. എങ്ങനെ? എന്തുകൊണ്ട് ചോദിച്ചു? ഇതെങ്ങനെ സംഭവിക്കും? അതുവരെ ചോദിച്ചു. എങ്ങനെ സംഭവിക്കും? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വസിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വസിക്കും. അതിനുശേഷം ഇത് ഗ്രഹിച്ച ശേഷം ഉടനെ അവൾ ക്രിസ്തുവിനെ വഹിക്കുകയാണ്. വചനത്തെ ഗ്രഹിക്കുകയും ക്രിസ്തുവിനെ വഹിക്കുകയും ചെയ്തത് ഒരേപോലെയാണ്. വചനം ഗ്രഹിച്ചതും ക്രിസ്തുവിനെ ഗ്രഹിച്ചതും ഒരുപോലെ എന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ പിതാക്കന്മാർ പറഞ്ഞു വെക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നതിന് കാരണം എന്താ? വചനം കൃത്യമായി ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ 5-ാം ദുപ്തേനിൽ പുതിയതായിട്ട് കപ്പദോക്കിയയിലെ സെയിൻറ്റ് ബേസിലിനെ പറ്റി പറയുന്നുണ്ട്. കപ്പദോക്കിയയിലെ ബസേലിയസ് പിതാവിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ നേരായ വഴിക്ക് പോകുന്നില്ല എങ്കിൽ, നിങ്ങൾ നേരിൻ്റെ പാത സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഈ തിരുവചനത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ കൃത്യമായിട്ട് പതിക്കുന്നില്ല. തിരുവചനത്തിൻ്റെ വെളിച്ചം കൃത്യമായി നമ്മുടെ ഉള്ളിൽ പതിക്കുന്നുണ്ട് എങ്കിൽ മാറ്റം സംഭവിക്കും. എനിക്ക് ഈ ദേവാലയത്തെപ്പറ്റി കിട്ടിയതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഡെഫിനേഷൻ, ഒരു നിർവചനമുണ്ട്. അതിങ്ങനെയാണ്: എ കത്തീഡ്രൽ ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വൂംബ്. അതായത് ഒരമ്മയുടെ ഉദരത്തിന് തുല്യമാണ് ഒരു ദേവാലയം. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന സംരക്ഷണം ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടണം. കിട്ടുന്നുണ്ടോ? കിട്ടണം. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിവിടെ വായിക്കുന്ന ഓരോ കുർബാനയ്ക്കും വായിക്കുന്നതിൻ്റെ പേരെന്താ? അച്ഛൻ വന്ന് വായിക്കുന്നതിൻ്റെ പേര്, സുവിശേഷം വായിക്കുന്നതിൻ്റെ പേര് ഏവൻഗേലിയം. അതെന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്, ശുശ്രൂഷയാണ്, വചനമാണ്. ഈ വചനം ഗ്രഹിച്ചാൽ പോരെ ഈ ഉള്ളു ശരിയാകാൻ? ഈ വചനം ഗ്രഹിച്ചാൽ പോരെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ വഹിക്കാൻ? സാധ്യതകൾ അസ്തമിക്കുന്നില്ലല്ലോ. ഈ വചനം ഗ്രഹിച്ച ഉടനെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പറ്റത്തില്ലേ? സാധ്യതയില്ലേ? ഉണ്ട്. അപ്പോൾ ഈ വചനം ഗ്രഹിച്ച ഉടനെ തന്നെ മറിയത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് എന്താണ്? അവൾ ക്രിസ്തുവിനെ വഹിച്ചു. ഈ ക്രിസ്തുവിനെ വഹിച്ച ഇതേ സംഭവത്തെ തന്നെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്:
പാപത്താൽ കൂനി പിടിച്ചിരിക്കുന്ന ഹൗവ. ഈ പാപത്താൽ കൂനി പിടിച്ചിരിക്കുന്ന ഹൗവയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇവളെ നിവർത്തുന്നവളുടെ പേര് മറിയം. താൻ നഗ്നനാണെന്ന ബോധത്താൽ ഒരു വൃക്ഷത്തിന്റെ പിറകിൽ ഒളിച്ചു നിൽക്കുന്ന ആദത്തിന് നഷ്ടപ്പെട്ട മഹത്വത്തിന്റെ അങ്കി തിരികെ കൊടുക്കുന്നവളുടെ പേര് മറിയം. ഇങ്ങനെയാണ് ഇവൾ ഈ രണ്ടാം ഹൗവയ്ക്ക് മറിയത്തിന് രണ്ടാം ഹൗവ എന്നൊരു നിർവചനം വരാൻ കാര്യം എന്താണ്? ഇതാണ്. ഗബ്രിയേൽ മാലാഖയുടെ ദൂത് കേട്ട ഉടനെ ഗ്രഹിച്ചു, ക്രിസ്തുവിനെ വഹിച്ചു. ഇത് രണ്ടാം ഹൗവ. ആദ്യ മാതാവായ ഹൗവയ്ക്ക് പറ്റിയതെന്താണ്? ഒരു ചോദ്യം ചെയ്യലുമില്ല, ഒരു ഗ്രഹിക്കലുമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടിന്റെ പിറകെ എന്ത് ചെയ്തു? പാപത്തിലേക്ക് വീണു. ഇപ്പോൾ ഇതാ ക്രിസ്തുവിനെ അവൾ വഹിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? പാപത്താൽ കൂനി പിടിച്ചിരിക്കുന്ന ഹൗവയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അവൾ പാപത്തിൽ നിന്നും അവളെ നിവർത്തുന്നു. വൃക്ഷത്തിന്റെ പിന്നിൽ നഗ്നനാണെന്ന് കരുതപ്പെട്ട ആദാമിന് മഹത്വത്തിന്റെ അങ്കി തിരികെ നൽകുന്നു. ഇത് വിശുദ്ധ മാമോദീസായിൽ നൽകപ്പെടുന്നതും ഈ നഷ്ടപ്പെട്ട മഹത്വത്തിന്റെ അങ്കി തന്നെയാണ്. ഈ നഷ്ടപ്പെട്ട മഹത്വത്തിന്റെ അങ്കി തന്നെയാണ് വീണ്ടും നമുക്ക് തിരികെ നൽകുന്നത്. ഒന്ന് പത്രം തീർന്നു. രണ്ടാം ഹൗവ എന്നതിനെ പറ്റിയിട്ടുള്ള നിർവചനം ഏകദേശം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ മറിയത്തിൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാം ഹൗവ. അതിനുള്ള കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണ്? ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവഗണനയും മാറ്റി നിർത്തലോ, റിജക്ഷൻ അല്ലേ? 4 പേര് സംസാരിക്കുന്നതിനിടെ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഭാരപ്പെടുത്താൻ പോകുന്നത് അതായിരിക്കും. കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു കാര്യങ്ങൾ മാത്രം, ചില തീരുമാനങ്ങൾ മാത്രം നമ്മളോട് പറയുന്നില്ല. ഒരു മാറ്റി നിർത്തലോടെ സംഭവിക്കുന്നുണ്ട് ഇല്ലേ? മനുഷ്യൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ അവഗണനയും ഈ മാറ്റി നിർത്തലുമാണ്. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മറിയം എടുത്ത റിസ്ക് വല്ലാത്തൊരു റിസ്ക് ആണല്ലോ എടുത്തത്. ഈ കല്യാണത്തിന് മുൻപ് ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ തന്നെ ആ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താനും കല്ലേറ് കിട്ടാനും ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. എന്നിട്ടും ഇവൾ ഇത്രമാത്രം ഒരു വലിയൊരു ടാസ്ക്, ഒരു റിസ്ക് എടുക്കാൻ കാര്യം എന്തായിരിക്കും? ഒറ്റ ഉത്തരവേ ഉള്ളൂ: ദൈവാശ്രയം. എനിക്ക് ദൂത് കൊണ്ടുവന്നത് ആരാ? ദൈവത്തിൻ്റെ ദൂത്. ഞാൻ ആരെ പേടിക്കണം? ദൈവത്തെ പേടിച്ചാൽ മതി. കൈവിട്ട് പോകത്തില്ലെന്ന് 100% ഉറപ്പുള്ള കാര്യമായിരുന്നു. ഒന്ന് പാളം തെറ്റിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആരോപണങ്ങളും വരാൻ പോകുന്ന കല്ലേറുകൾക്കും വരാൻ പോകുന്ന പഴികൾക്കും യാതൊരു കണക്കുമില്ല. ഇറ്റ് വാസ് എ റിസ്ക്. ഏറ്റവും വലിയ റിസ്ക്കാണ്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ റിസ്ക് എടുത്ത സ്ഥിതിക്ക് ഞാൻ ഒറ്റ ചോദ്യം കൂടി മറിയത്തെപ്പറ്റി പറയുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്. ഷീ വാസ് മെന്റ് ഫോർ ഗോഡ്. അവൾ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ഷീ വാസ് മെന്റ് ഫോർ ഗോഡ്. അങ്ങനെയെങ്കിൽ വി ആർ മെന്റ് ഫോർ ഗോഡ്. നമ്മളും ദൈവത്തിന് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമുക്ക് എവിടേക്കോ ഒന്ന് മാറിപ്പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടുള്ളവർ തന്നെയാണ്? ഈ ദൈവത്തിന് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അവിടെ നമുക്ക് ചില നിയോഗങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അത് വഴിയെ ദൈവം തന്നെ നമുക്ക് എത്തിച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ ഈ രണ്ടാം ഹൗവ എന്നുള്ള കാര്യം നമ്മൾ തീർത്തു. ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു നിയോഗം ഇങ്ങനെ നമ്മൾ മെല്ലെ തീർക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഈ മറിയവും ഗബ്രിയേൽ മാലാഖയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത് അതിനേറെ അർത്ഥമുണ്ട്. ഒന്ന് പറയുന്നത്
ഈ ഹവ്വയുടെ നിശബ്ദത കാരണം അവിടെ വന്നിരിക്കുന്നത് ഒരു നാണക്കേടാണ്, വലിയൊരു നാണക്കേടാണ് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ മൂലം വന്ന നാശത്തെ സ്ത്രീ മൂലം മാറ്റുകയാണ്. സ്ത്രീ മൂലം വന്ന നാശത്തെ ഇവിടെ സ്ത്രീ മൂലം തന്നെ എന്ത് ചെയ്യുകയാണ്? മാറ്റം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മേരി എന്ന് പറയുന്നത് ത്രൂ മേരീസ് വേർഡ് ലൈഫ്, ലൈറ്റ് ആൻഡ് വിക്ടറി കെയിം ടു ദ എർത്ത്. മറിയത്തിലൂടെ പുതിയ ജീവൻ, പുതിയ വെളിച്ചം, വിജയം, ഇവ മൂന്നും ഉണ്ടായി. അപ്പോൾ പറഞ്ഞു വെച്ച കാര്യങ്ങളെ ഇങ്ങനെ ഒന്ന് സംഗ്രഹിക്കുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ മറിയം ഒരാൾ കാരണം മാത്രമാണ് നമുക്ക് ഈ പറുദീസയിലേക്കുള്ള പ്രവേശനത്തിന് വീണ്ടും ഒരു സാധ്യത ഒരുങ്ങുന്നത്. നമ്മൾ നേരത്തെ വായിച്ച കണക്ക് ഈ പറുദീസ അല്ലെങ്കിൽ ഈ ഏദൻ തോട്ടം കെരൂബുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ആരും അതിലേക്ക് പ്രവേശിക്കരുതെന്ന് അതിനർത്ഥം. പക്ഷേ മറിയം ഈ വചനം ഗ്രഹിച്ച ഉടനെ സംഭവിക്കുന്ന ഒരു മാറ്റം എന്താണ്? ഇനി അതിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ജീവന്റെ വൃക്ഷമായിട്ടുള്ള ക്രിസ്തുവുണ്ട്. അവൾ മൂലം കെരൂബുകൾ മാറ്റപ്പെടുന്നു. ഈ മകൾ കാരണം അന്ന് വരെ വന്നു പോയിട്ടുള്ള ആദ്യ മാതാവിൻ്റെയും പിതാവിൻ്റെയും കടം വീട്ടുകയാണ്. ആര്? മറിയം. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ മറിയത്തിൽ നിന്ന് മറിയത്തെയും നമ്മളെ വേർതിരിക്കുന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഷീ വാസ് മെൻ ഫോർ ഗോഡ്. അവൾ ദൈവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവളാണ്. അപ്പം മുഴുവൻ ആശ്രയം ഇവിടെ തന്നെയാണ്, ഈ ദൈവത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ യാത്രകളെല്ലാം തന്നെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നിർഭാഗ്യവശാൽ അത് നമുക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പോകുന്നത് ദൈവമെന്നൊന്നും ആയിരിക്കത്തില്ലല്ലോ, ക്രിസ്തുവെന്നൊന്നും ആയിരിക്കത്തില്ലല്ലോ. നിങ്ങൾ പറയാൻ പോകുന്ന ഒന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ പേരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരായിരിക്കും, അല്ലേ? നമ്മൾ എന്നാണോ നമ്മുടെ യാത്രകളിൽ ആദ്യത്തെ പ്രയോറിറ്റി, ആദ്യത്തെ സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നത്, അന്ന് ഞാനും നിങ്ങളും മറിയവും ഒരു തോണിയിലാകും. അതുവരെ നമ്മൾ രണ്ട് തട്ടായിരിക്കും. കാരണം അവൾക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചത്, അവൾ നമുക്ക് വേണ്ടി ദൈവത്തെ സ്വീകരിച്ചവളാണ്. നമ്മൾ ജീവിക്കുന്നതോ നമ്മുടെ പ്രയാസങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ജീവിതത്തിൻ്റെ ഒരു തലവ്, അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുത്തുകൂടാ? അത് നമുക്ക് പറ്റത്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. LKG പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ UKG നിങ്ങളുടെ കുട്ടികളെ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു 28-27 വയസ്സ് ഉള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടറിയാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശീലം എന്ന് പറയുന്നത് CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഷൂസും സോക്സും എല്ലാം ഇട്ട് വെച്ചിട്ടേ അമ്മ ജോലിക്ക് പോകത്തുള്ളൂ. ഇതെല്ലാം ഇട്ട് തീർത്തതിന് ശേഷം 8:25 ബസ് വരുന്നത് എങ്കിൽ 8:20 ആകുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ മുൻപിൽ പോയി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അത് അന്ന് തുടങ്ങി തന്നൊരു ശീലമാണ്, അല്ലേ? എന്താണ് ആ ശീലത്തിൻ്റെ അർത്ഥം? പ്രയോറിറ്റി ഷുഡ് ബി ഓൺ ഗോഡ്, ഡിപ്പെൻഡൻസി ഷുഡ് ബി ഓൺ ഗോഡ്. ആശ്രയം ദൈവത്തിലായിരിക്കണം, നമ്മുടെ ആദ്യ സ്ഥാനം ദൈവത്തിലായിരിക്കണം. ഇത് രണ്ടെണ്ണം മറിയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പാഠങ്ങളാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഈ വാഗ്ദത്ത പേടകം എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട് മറിയത്തിന്. രണ്ടാം ഹവ്വ നമ്മൾ കഴിഞ്ഞു. ഈ വാഗ്ദത്ത പേടകം എന്ന് പറഞ്ഞ ഒരിതുണ്ട്. അത് വളരെയേറെ അർത്ഥം കൊണ്ടുവരുന്ന ഒരു മെറ്റഫറാണ്, ഒരു ഉപമയാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദത്ത പേടകം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിനെ നിർമ്മിക്കുന്നതിന് പോലും അങ്ങനെ ഒരു തലമുണ്ട്. കൃത്യമായ മരം പറയുന്നുണ്ട്, സ്വർണം കൊണ്ട് പൊതിയണമെന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? നമ്മളിവിടെ പാടും, മന്നാ നിക്ഷേപിത ചെപ്പും മുളപോണ്ട് രഹറവൻ വടിയും എന്ന് പറഞ്ഞ പാട്ടിൽ തന്നെ അതിനുള്ള സൂചനയുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പലകൾ അതിന് ഉള്ളിലുണ്ട്. മന്ന നിക്ഷേപിച്ച ചെപ്പ് അതിൻ്റെ അകത്തുണ്ട്.
അഹ്റോന്റെ തളിർത്ത വടി ഈ പേടകത്തിനുള്ളിലുണ്ട്. ഈ വാഗ്ദത്ത പേടകം മറിയത്തിന് തുല്യമാണ്. ഈ വാഗ്ദത്ത പേടകം മറിയത്തിന് തുല്യമാണ്. അതിനുള്ളിലുള്ള 3 കാര്യങ്ങൾ അത് ക്രിസ്തുവിൻ്റെ നിഴൽ രൂപങ്ങളാണ്. കൽപ്പലകകളുണ്ടല്ലോ. ക്രിസ്തു വരുമ്പോൾ പുതിയ നിയമത്തിൽ പുതിയ കൽപ്പന എന്താണ്? സ്നേഹമാണ്. സ്നേഹമാണ്. 2 മന്ന നിക്ഷേപിച്ച ചെപ്പ്, അന്ന് മന്ന ഭക്ഷിച്ചവർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇന്നു മുതൽ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നുണ്ട്. മന്ന ക്രിസ്തുവിൻ്റെ നിഴൽ രൂപമാണ്. അഹറോൻ പൗരോഹിത്യത്തിൻ്റെ നിഴൽ രൂപമാണ്. ക്രിസ്തു പുരോഹിതൻ തന്നെയാണ്. ആണല്ലോ. ഇതെല്ലാം വെച്ചിരിക്കുന്നത് എവിടെയാ? ഈ വാഗ്ദത്ത പേടകത്തിൻ്റെ അകത്ത. അതിനർത്ഥം എന്താണ്? മറിയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന, വഹിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3നും ഈ വാഗ്ദത്ത പേടകത്തിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഈ സാധ്യത നമുക്കും ഇല്ലേ? ഒരു വാഗ്ദത്ത പേടകമാകാൻ തക്കവണ്ണുള്ളൊരു സാധ്യത നമുക്കില്ലേ? ഈ ഹൃദയം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് പാലിച്ചൂടെ? ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഇതിൽ അടങ്ങിയിട്ടില്ലേ? എന്തിനു പറയുന്നു? രാജകീയ പുരോഹിത വർഗമായിട്ട് മനുഷ്യനെ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്ത പേടകമെന്ന സാധ്യതയും നമുക്കില്ലേ? ഉണ്ട്. അത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നൊരു പേടകമാണ് വാഗ്ദത്ത പേടകം. അങ്ങനെയെങ്കിൽ ഈ ഹൃദയം തുറക്കുമ്പോഴും നമുക്ക് കാണേണ്ടത് ആരെ തന്നെ ആയിരിക്കണം? ക്രിസ്തുവിനെ തന്നെ ആയിരിക്കണം. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ദ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഗോഡ്. നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി ആരായിരിക്കണം? ഗോഡ് ആയിരിക്കണം. നമ്മുടെ ഡിപ്പെൻഡൻസി, നമ്മുടെ ആശ്രയത്വം ആരായിരിക്കണം? നിങ്ങൾ എന്ന് മനുഷ്യരിൽ ആശ്രയിക്കുന്നോ അന്ന് ജീവിതത്തിന് ഗതി മാറി തുടങ്ങും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ദൈവം അയക്കുന്ന ചില മനുഷ്യർ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ദൈവം അയക്കുന്ന ചില മനുഷ്യർ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അവർ സ്നേഹത്തിൻ്റെ പുഞ്ചിരിയോട് നിങ്ങൾ സംസാരിക്കും. അവരെ നിങ്ങൾ തള്ളിക്കളയരുത്. അവരെ നിങ്ങൾ തള്ളിക്കളയരുത്. ഈ വാഗ്ദത്ത പേടകം എന്നൊരർത്ഥവും 2 ഹൗ എന്നൊരർത്ഥവും കിട്ടിയെങ്കിൽ നമുക്കിനി നേരെ സുവിശേഷത്തിൽ തന്നെ ഇവിടെ സംഭവിക്കുന്ന കണക്ക് ഒരു ചെറിയൊരു യാത്രയുണ്ട് മറിയത്തിന്. മറിയം ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. എങ്ങോട്ടാണ്? എലിസബത്തിൻ്റെ അടുക്കിലേക്ക്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗവും സ്ത്രീകളായൊരു സ്ഥിതിക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയാമായിരിക്കാം. നമ്മുടെ ഉള്ളിൽ ഒരാൾ കിടക്കുമ്പോൾ ഈ യാത്രകളൊക്കെ എത്രത്തോളം പ്രയാസമുള്ളതാണ്. ഭാര്യമാരെ കുറച്ചൊക്കെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർക്കും ആ ഒരു വേദനകൾ അറിയാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വേദനയും സഹിച്ചുകൊണ്ട് ഒരു മല അവൾ കയറുന്നുണ്ട്. ആ മല ചെന്നെത്തുന്നത് എവിടെയാണ്? എലിസബത്തിൻ്റെ അടുക്കിലേക്കാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഈ വാഗ്ദത്ത പേടകത്തിന് ചെറിയൊരു ചരിത്രം കൂടിയുണ്ട്. ഈ വാഗ്ദത്ത പേടകം ഇങ്ങനെ ഇസ്രായേൽ ഇങ്ങനെ നിരന്തരം അവരുടെ യാത്രകളിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒടുവിൽ ഒരു യുദ്ധത്തിനിടയ്ക്ക് ഈ പേടകം നഷ്ടപ്പെട്ടു പോകും. തിരികെ വരുമ്പോൾ, തിരികെ ഒരു ദാവീദിൻ്റെ കാലത്ത് ഇങ്ങനെ ദാവീദിൻ്റെ കൈകളിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്നൊരു വാചകമുണ്ട്. അത് 2 ശമൂവേൽ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമാണ്. 2 ശമൂവേൽ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അതിങ്ങനെയാണ്: യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്നവൻ പറഞ്ഞു. ഇനി നേരെ അവിടെ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് പൊക്കെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 43-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? അന്ന് ദാവീദ് പറഞ്ഞൊരു വാക്യം, അതെന്തിനെ പുരസ്കരിച്ചുള്ളതായിരുന്നു? വാഗ്ദത്ത പേടകം ദാവീദിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ദാവീദ് ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ന് മറുതലത്തിൽ എലിസബത്തിന്റെ അടുക്കിലേക്ക് മറിയം വരുമ്പോൾ എലിസബത്ത് പാടുന്നതും അതേ ഗീതം തന്നെയാണ്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ തക്കവണ്ണം എന്തു മാനം എനിക്കുണ്ടായി. വാഗ്ദത്ത പേടകം.
അതിനുശേഷം ഇവർ തമ്മിലൊരു വന്ദനം പറഞ്ഞ ശേഷം എലിസബത്ത് പറയുന്നുണ്ട്, നിന്റെ വന്ദന സ്വരം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രജ തുള്ളി. പെട്ടകം കൊണ്ടുവരുമ്പോൾ ദാവീദ് അവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വായിക്കോടെ. അതേ കണക്ക് തന്നെ ദൈവമാതാവ് എലിസബത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പ്രജ ഉള്ളിൽ തുള്ളി. ഇതിന് നല്ലൊരു വാചകം കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു വൂംസ്. രണ്ട് ഗർഭപാത്രങ്ങൾ തമ്മിലുള്ള സംസാരമാണ് ഇതെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. നമുക്ക് ഈ നാളുകളിൽ ബന്ധപ്പെട്ടൊരു യാത്ര ആവശ്യമില്ലേ? ഉണ്ട്. ബന്ധപ്പെട്ടൊരു യാത്ര നമുക്ക് ആവശ്യമുണ്ട്. കാരണം എൻ്റെ ഒരു കണക്കുകൂട്ടലൊക്കെ ശരിയാണ് എങ്കിൽ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഇപ്പം അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ഏറെക്കുറെ എല്ലാ വീടുകളിലും അല്ലേ ഉള്ളൂ. കാരണം നമ്മുടെ കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയും ജോലിക്കായിട്ടും വിദേശത്ത് പോയിരിക്കുകയാണ്. ഈ ബന്ധപ്പെട്ടൊരു യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാവോ? ഞാൻ വലിയൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. വലിയൊരു കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയൊക്കെ 11 പേരാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ബന്ധങ്ങളുടെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ ഒരു കണ്ണി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം കൃത്യമായിട്ട് എനിക്കറിയാം. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ട് വരുന്ന എൻ്റെ പപ്പയുടെ ചേട്ടന്മാരെ എല്ലാം ഞാൻ കൃത്യമായിട്ട് വായിക്കുന്നത് കൊണ്ട് എനിക്കറിയാം. നമ്മുടെ ബന്ധങ്ങളിലും ചില കെട്ടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരർത്ഥവുമില്ല. അതിനൊരർത്ഥവുമില്ല. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ തൊട്ടയൽപ്പക്കത്തെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. ചിലപ്പോൾ കുട്ടിക്കാലത്ത് നിങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരിക്കാം, ഒരുമിച്ച് പഠിച്ച് വളർന്നവരായിരിക്കാം. ചെറിയ എന്തോ പേരിലായിരിക്കും നിങ്ങൾ തമ്മിലൊന്ന് തെറ്റിപ്പോയത്. നമ്മുടെ ആ വീട്ടിലും ഒരു മക്കളില്ല, ഇപ്പുറത്തെ വീട്ടിലും മക്കളില്ല. നിങ്ങൾ 2 ദമ്പതികൾ മാത്രം അപ്പുറം ഇപ്പുറമേ ഉള്ളൂ. ചെറിയൊരു പ്രയാസം രാത്രിയിൽ നിങ്ങൾക്ക് ഉണ്ടായി. നിങ്ങൾ ആരെ വിളിക്കും? ഒരു വിളിപ്പാടകലെ നിൽക്കുന്ന ഒരു മനുഷ്യനേ ഉള്ളൂ. അവിടെ നിങ്ങൾ അവനുമായിട്ട് ഞാൻ പിണങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ് അവനെ വിളിക്കാതിരിക്കുമോ? ഇല്ല. ഇനി മുൻപോട്ടുള്ള നാളുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയാവോ? ഈ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങൾ മറിയത്തെ നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങൾ മറിയത്തെ നിങ്ങൾ അനുഗമിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എവിടേക്കോ വിട്ടുപോയിട്ടുള്ള ചില ബന്ധങ്ങൾ നമ്മളൊന്ന് തിരികെ പിടിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ടൊരു യാത്ര തന്നെ വേണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, മറിയത്തെ പോലെ ആയിത്തീരാൻ അത്ര എളുപ്പമല്ല. നിങ്ങൾ മറിയത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്തേ പറ്റത്തുള്ളൂ. എന്തിനാ? നമ്മൾ ഈ പ്രസംഗം കേൾക്കാൻ തുടങ്ങി അന്ന് മുതൽ കേൾക്കുന്നൊരു വാചകമുണ്ട്. എന്തിനാ ഇതെല്ലാം? 6 അടി മണ്ണിൽ തീരേണ്ടതല്ലേ? ഞാനത് വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കാം. എന്തിനാ ഇതെല്ലാം? 6 അടി മണ്ണിൽ തീരേണ്ടതല്ലേ? നോമ്പിൻ്റെ പര്യവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളും കൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കണം. ചെറിയൊരു പുഞ്ചിരി മതിയെന്നേ. ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. ഈ സാധാരണഗതിയിൽ ഒരു കലാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ കാണും. ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ കാണും. ഒരു ബാങ്കിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിക്കാരൻ കാണും. എന്തിന്? ഞങ്ങൾ പഠിച്ച സെമിനാരിയുടെ മുൻപിൽ പോലും ഒരു സെക്യൂരിറ്റിക്കാരനുണ്ട്. നിങ്ങൾ ഇവരുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരി, ദേഷ്യപ്പെട്ടായിരിക്കും അല്ലേ? എന്താ അങ്ങനെ ആയിപ്പോയെ? നിങ്ങൾ ഒരിക്കലും അത് ജോലിയുടെ ഭാഗമാണെന്നൊന്നും പറഞ്ഞ് അത് തിരുത്തരുത്. ഒത്തിരി നമ്മളാരും പുള്ളിയെ മൈൻഡ് ചെയ്യുന്നില്ല. കയറി വരുമ്പോൾ ഒരു ഗുഡ് മോർണിംഗോ എന്തുണ്ട് ചേട്ടാ വിശേഷം എന്ന് ചോദിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മൾ മറിയത്തിൻ്റെ നോമ്പ് നോക്കും. എന്താ ഇതിൻ്റെ അകത്തെ ഒരു പ്രശ്നം? അതാ ഞങ്ങളുടെ സെമിനാരിലുള്ള സെക്യൂരിറ്റി ചേട്ടൻ രാജുചേട്ടനാണ്. ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ വന്ന കാലം മുതലേ ചിരിച്ച് കളിച്ചാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ചിരിച്ച് സംസാരിച്ചത് കൊണ്ടാണ്. ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആണ്. ഒരു ചിരി കൊണ്ടൊരു ബന്ധം നമുക്ക് തിരികെ പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കോ മറിയത്തിന് സാദൃശ്യം ഉണ്ടാവും. ഇല്ലേ? പിന്നെ എന്തിനാ നമ്മൾ നോമ്പ് നോറ്റത്? അങ്ങനെ ഒരു സാദൃശ്യം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്തിനാ നോമ്പ് നോറ്റേ?
മറിയം വീണ്ടും നമുക്ക് ഒത്തിരി തിരുത്തലുകൾ വരുത്തുന്നുണ്ട്. പ്രാർത്ഥന എന്താ ഈ പ്രാർത്ഥന? അതെ, പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പരിധി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലേ പറയുന്നത്. മറിയം പറയുന്നു വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് പ്രാർത്ഥനയ്ക്ക് ഇങ്ങനൊരു അർത്ഥം കൂടിയുണ്ട്. എൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതാ, ഈ ചോദ്യത്തിനുള്ള അങ്ങയുടെ ഉത്തരം എന്താ? നമ്മൾ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവമായിട്ടുള്ള സംസാരം പോലെ എത്ര ഫോർമല അല്ലേ? കാരുണ്യവാനായ ദൈവമേ, മഹാഭാവിയായ ഞാൻ നിന്റെ മുൻപാകെ വന്നുകൊണ്ട് എൻ്റെ ബലഹീനമായ പ്രാർത്ഥന കൈക്കൊള്ളും. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ വെറുതെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ ഭയങ്കരമായിട്ട് ഫോർമലായിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്ന ക്രിസ്തുവായിട്ട്. അതിനപ്പുറം എൻ്റെ അപ്പ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ട്, എന്നാ ഇപ്പം ചെയ്യുന്നേ എന്നാ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നേ. ദൈവത്തെ നമ്മൾ സ്തുതിക്കാം, ആരാധിക്കണം, എല്ലാം കറക്റ്റാണ്. പക്ഷെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ അപ്പോഴും ഓർത്തോണം, നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ ആരാ? ദൈവം. നമ്മൾ എത്ര മാസ്ക് ഇട്ടാലും ഇപ്പം അച്ഛൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ ചിരിക്കപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാവുന്ന ആർക്കാ? ദൈവത്തിന്. അപ്പം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരാൾ തരുന്ന ഉത്തരവാണ്. പിന്നെ രണ്ടാമത് വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് വെച്ചാൽ എന്നാ? എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ആർക്കാ ചെയ്യാനുള്ളത്? നീ എന്തേലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദ സബ്മിഷൻ, സമർപ്പണം എന്ന് പറയും. ഈ ഒരു സമർപ്പണം നമുക്കുണ്ടാവണം. വീണ്ടും ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇച്ചിരി ഒന്ന് മുൻപോട്ട് കയറി പോവുക, മറിയത്തിൻ്റെ അടുക്കിലേക്ക് വീണ്ടും ഒന്ന് പോവുക. ഒരു മനുഷ്യനെ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ 2 കാര്യം ഉണ്ടായാൽ മതി. ഒന്ന് ദൈവത്തിൻ്റെ കൃപ, അത് നിരന്തരം വരുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. 2 വിൽ ഓഫ് മാൻ, നമ്മുടെ സ്വതന്ത്ര ഇച്ഛ, അതായത് ഞാൻ മാറണമെന്നുള്ളൊരു ചിന്ത. ഞാൻ ചെറിയ ഒരു ഗുണനപ്പട്ടികയിലൂടെ അത് പറഞ്ഞു തരാം. 4 ഗുണം 0 എത്ര? 4 ഗുണം 0 0. 2000 ഗുണം 0 എത്ര? 0 ആണേ. ഈ 4 എന്ന് പറയുന്നത് 2000, ഇതൊരു കണക്കല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ദൈവകൃപ എന്ന് പറയുന്നത് നിരന്തരം ഉണ്ടേ. ഈ 2000വും 4 നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഈ ഗുണനത്തിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഒരു 0 ഉണ്ടല്ലോ, അതൊരു 2 ആയാൽ ഇപ്പുറത്തെ സമത്തിനിപ്പുറം മാറുമോ? 4000 ഗുണം 2 എത്ര? 8000. 4 ഗുണം 2 എത്ര? അപ്പം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ ചൊരിയുന്നിടത്തോളം ഇവിടെയും കൂടി ഒരു മാറ്റം ഉണ്ടായാൽ ജീവിതം ഹാപ്പി അല്ലേ? ദൈവത്തിൻ്റെ കൃപയോടൊപ്പം എൻ്റെ ഉള്ളും കൂടെ ഒന്ന് മാറാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ഹാപ്പി അല്ലേ? ആണ്. ഈ ആനന്ദത്തിൻ്റെ പുറകിലാണ് ആര് പോയത്? മറിയം പോയത്. നമ്മൾ പറയുന്ന കണക്ക് ലോൺ വീടിയതിന് ശേഷം ഉള്ള ഒരു സന്തോഷത്തിന് പിന്നാലെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു രോഗത്തിൻ്റെ ശമനത്തിന് ശേഷം ഉണ്ടായ ഒരു സന്തോഷത്തിൻ്റെ, അതൊരു ആനന്ദമാണ്, അതൊരു സന്തോഷമാണ്. അതിനും അപ്പുറം ഒരു ആനന്ദത്തിലേക്കാണ് ആര് സഞ്ചരിച്ചത്? മറിയം സഞ്ചരിച്ചത്. നിശബ്ദയായിട്ടാണ് സഞ്ചരിച്ചത്. നമുക്ക് എപ്പോഴേലും ഒരു 5 മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? നിശബ്ദമായിട്ട് നമ്മളെവിടെയെങ്കിലും മറിയം സ്വയം ആദ്യത്തെ ഒരു പാതിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതല്ലാതെ സ്വയമേ എന്തെങ്കിലും മേന്മ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഇവൻ എൻ്റെ മകനാന്ന് പറഞ്ഞ് ഹുങ്ക് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സൈലൻ്റ് ആയിരുന്നു. എപ്പോഴാണ് നമ്മൾ വയലൻ്റ് ആവുന്നതെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു കൊച്ചുണ്ട്. അവൻ നടക്കാൻ വേണ്ടി തുടങ്ങിയതേ ഉള്ളൂ. നടന്നു കഴിഞ്ഞ് അവനൊന്ന് 2 സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞൊന്ന് വീണു. ആരുമില്ലെങ്കിൽ പതിയെ വീണ്ടും മുട്ടിലഴിഞ്ഞങ്ങ് പൊക്കോളൂ. നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നാലോ കരയും ഇല്ലേ? നമുക്ക് എവിടെ നിന്നൊക്കെയോ ശ്രദ്ധ കിട്ടാതാകുമ്പോഴാണ് നമ്മൾ നിയമസഭയിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? പൊതുയോഗത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോഴാണ് നമ്മൾ വയലൻ്റ് ആകുന്നേ? ശ്രദ്ധ കിട്ടാതാകുമ്പോഴാണ്. പക്ഷെ എൻ്റെ ഒരു ബോധ്യം, മേലിൽ നിന്നുള്ള ശ്രദ്ധ ഒരിക്കലും പോകത്തില്ലെന്ന്.
ഇതൊക്കെ പറയുമ്പോൾ അച്ഛൻ പരിശുദ്ധനാന്നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ മറിയത്തെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുക. അച്ഛനും അത്ര സൈലൻ്റ് ഒന്നുമല്ല, അച്ഛൻ വയലൻ്റ് തന്നെയാണ്. അപ്പോഴ് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈലൻ്റായിട്ട് ഇങ്ങനെ ഒന്ന് പോകാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഈ മറിയം കാണിച്ചു തരുന്ന മറ്റൊരു ചിത്രം എന്ന് പറഞ്ഞാൽ accept every situation with a belief that the grace of God is upon us. എന്ത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലൊരു ദൈവകൃപയുണ്ട്. നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അതിനൊക്കെ മറ്റൊരു കഥ പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ചില ഇടങ്ങളിലൊക്കെ മാതൃകാപരമായിട്ടുള്ള ജീവിതം തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ചില സമയങ്ങളിൽ ആണെങ്കിൽ കൂടി ദേവാലയത്തിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം ആരെന്നറിയാവോ? ഞാനും നിങ്ങളുമൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ റിവാർഡ് ഓറിയൻറ്റഡ് ലൈഫാണ്. ഇങ്ങനെ പോയാൽ എന്ത് കിട്ടും? 1.5 മണിക്കൂർ ഇവിടെ വന്ന് നിന്നാൽ എനിക്ക് എന്ത് കിട്ടും? നിങ്ങളിപ്പോൾ ഈ ദേവാലയത്തിൽ വരാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ പണ്ട് ദേവാലയത്തിൽ പോയിരുന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? നമ്മളും പോയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളിപ്പോഴും ദേവാലയത്തിൽ വരുന്നു. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു വഴക്ക് മനസ്സിലുണ്ടാവണം. അപ്പം നമ്മൾ നിരന്തരം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഞായറാഴ്ച ദിവസം കുർബാന കൂടുന്നു, പ്രാർത്ഥനായോഗത്തിൽ പോകുന്നു, എല്ലാത്തിനും സംബന്ധിക്കുന്നു. പക്ഷെ ഇപ്പോഴും തൊട്ടപ്പുറത്തെ കുര്യൻചേട്ടനുമായിട്ടുള്ള വിഷയം നമുക്ക് തീർന്നിട്ടില്ല. ഇതാര് കാണുന്നുണ്ട്? നമ്മുടെ മകൻ കാണുന്നുണ്ട്. വലിയ മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ദൈവം അവനെ വിധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ പാപം ചെയ്യാനായിട്ടുള്ള കാരണം എന്നാ? ഒറ്റ കാരണമുള്ളൂ നമ്മൾ ഈ പാപം ചെയ്യാൻ. ദൈവഭയമില്ല. ഈ ന്യായവിധി ഉണ്ടെന്നും ദൈവത്തിന് മുൻപിൽ പോയി ഞാനും നിങ്ങൾ നിൽക്കണമെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യുമോ? ഇല്ല, നമ്മൾ പാപം ചെയ്യത്തില്ല. അപ്പം നിരന്തരം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടു വളരുന്ന എന്നതാണ്, എത്രയൊക്കെ തെറ്റ് ചെയ്താലും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ പിന്നെ ഇവിടെ പോയി 1.5 മണിക്കൂർ നിൽക്കുന്നതിനേക്കാളും നല്ലത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത് അല്ലേ? നിയോഗം അത് നമ്മളിൽ വളരെയധികം ഉണ്ട്. നമ്മൾ മകനെ ഇപ്പം ഡോക്ടറാക്കി എന്ന് പറഞ്ഞാലും നേഴ്സാക്കി എന്ന് പറഞ്ഞാലും അവനെ ഒരു നല്ല മനുഷ്യനാക്കാത്തിടത്തോളം കാലം നമ്മുടെ വളർത്തൽ പരാജയപ്പെടും അല്ലേ? ആത്യന്തികമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അവനെ പഠിപ്പിക്കേണ്ടത്. ഡോക്ടറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എന്തേലും ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ അവൻ പ്രാപ്തനാകാതെ പോകരുത്. എൻ്റെ പപ്പായുടെ ഒരു ചേച്ചിയുണ്ട്. ഞങ്ങളുടെ വീട് ഈ കമ്പംമെട്ട് സൈഡിലായതുകൊണ്ട് വളരെയധികം ഭിക്ഷ യാചിക്കുന്ന കുറച്ച് പേരൊക്കെ ആ പരിസരത്തിലൂടെയൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കണ്ട ഒരു ചിത്രമെന്ന് പറഞ്ഞാൽ ഈ ഭിക്ഷ ചോദിച്ചു വരുന്ന ആ ഒരു മനുഷ്യന് അവരുടെ സിറ്റൗട്ടിലിരുത്തി ഇഡ്ഡലിയും സാമ്പാറും വിളമ്പി കൊടുക്കുന്ന ഒരാൻറ്റിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമായിരുന്നു. പിന്നീട് സെമിനാരിയിലെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഈയിടെ പോയപ്പോൾ ഞാൻ കണ്ടത് സിറ്റൗട്ടിൽ നിന്നും മാറി ഊണുമേശയിലിപ്പം വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതൊരു ഇൻസ്പിറേഷനാണ്. നമ്മുടെ ചില പ്രവൃത്തികൾ വിസിബിൾ ആയിരിക്കണം. നമ്മുടെ ചില പ്രവൃത്തികൾ കണ്ടാൽ അവർക്കത് ചെയ്യാൻ തോന്നണം. നല്ലത് നമ്മുടെ ചില നല്ല പ്രവൃത്തികൾ കണ്ടാൽ അത് ചെയ്യാൻ അവർക്ക് തോന്നണം. അങ്ങനെ നല്ലത് മാത്രം ഹൃദയത്തിൽ സംഗ്രഹിച്ചവരുടെ പേരെന്താ? മറിയം. അങ്ങനെ നല്ലത് മാത്രം ഹൃദയത്തിൽ സംഗ്രഹിച്ചവരുടെ പേരാണ് മറിയം. ഒടുവിൽ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, നിശബ്ദമായി തന്നെ എന്ത് ചെയ്തു? ഇവിടത്തെ കഴിഞ്ഞു. തിരുത്തപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. തിരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ
മറിയത്തെ കണക്കൊരു ജീവിതം നമുക്കുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗം എന്ത്? ചോദിക്കുക. ദേവാലയത്തിൽ ഇരുന്ന് തന്നെ ചോദിക്കുക. അതിനൊരു ഉത്തരം കണ്ടെത്തുക. അതിനുശേഷം ആ നിയോഗമായിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലാതെ നിശബ്ദമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകും. ഹൃദയത്തിലെ നല്ലത് മാത്രം സംഗ്രഹിക്കുക. ദൈവം കാണിച്ചു തന്നതിൽ എല്ലാം നല്ലതെന്നാ. പിന്നെ എന്തിനാ നമ്മളായിട്ട് അതിനെ എന്തിനാ വിധിക്കാൻ പോകുന്നത്? വേണ്ട. ഹൃദയത്തിൽ നല്ലത് മാത്രം സംഗ്രഹിക്കുക. ഒടുവിൽ നിശബ്ദമായിട്ട് ഈ ഭൂമിയിൽ നിന്നും നമുക്ക് പടിയിറങ്ങാം. അപ്പോഴും ഈ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഈ മറിയത്തിൻ്റെ ചില നിഴൽ രൂപങ്ങളും എവിടെ ഉണ്ടായിരിക്കണം? ഇതിങ്ങനെ തുറന്ന് കാട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരുണ്ടായിരിക്കണം? ക്രിസ്തു ഉണ്ടായിരിക്കണം. പറഞ്ഞു വെച്ച വാക്കുകളെ ഞാനിങ്ങനെ സംഗ്രഹിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു വാചകമായിട്ട് ഞാൻ വീണ്ടും കാണിക്കുന്നത് അല്ലെങ്കിൽ ആവർത്തിക്കുന്നത്, ഷീ വാസ് മെൻ ഫോർ ഗോഡ്. അവൾ ദൈവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവളായിരുന്നു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. അപ്രകാരം ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ തൊടുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ അത് വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്കിടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട വൈദികരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ബലഹീനനായ എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.